ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ ആവോലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആവോലി പൊള്ളിച്ചതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ടൊരു മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം, കറിവേപ്പില എല്ലാം എടുത്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊരു ബൗള് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് 2 സൈഡും വരഞ്ഞ് വെച്ചിട്ടുള്ള ആവോലി മീനിലേക്ക് നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. നല്ലതായിട്ട് തേച്ച് കൊടുക്കണം. ഉള്ളിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കണം. നന്നായി തേച്ച് കൊടുത്താലാണ് മസാല ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ആ വരഞ്ഞതിൻ്റെ ഇടയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. 2 മീനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ 2 മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ 2 മീനിലും മസാല പുരട്ടി വെക്കണം. ഉള്ളിലും എല്ലാം നന്നായിട്ട് പുരട്ടി നമുക്കത് മാറ്റി വെക്കാം. 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് വെക്കാം. എത്ര ടൈം വെക്കാം അതിനനുസരിച്ച് നമുക്കത് മാറ്റി വെക്കാം. നമുക്കത് കവർ ചെയ്തിട്ട് നമുക്കത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് വേപ്പില കൂടി അതിൻ്റെ മേലെ 2 എണ്ണം വെച്ച് കൊടുക്കാം. നമുക്കത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ വെക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് എടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് മൊരിയണ്ട. കുറച്ച് നേരം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിൽ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു 20-25 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 2 സവാളയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സവാള മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചുവന്നുള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചുവന്നുള്ളി മാത്രമാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഞാൻ 2 കൂടി മിക്സ് ആയിട്ടാണ് എടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മീനിൽ ഉപ്പുണ്ട്. നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് സവാളൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. അതിന് പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളി ചേർത്തുകൊണ്ടാണ്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. മീനിൽ നല്ല പുളിയൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടയുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്നായി വരട്ടെ. നമുക്കൊരു കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പൊളിച്ചെടുക്കാം. ഒരു വാഴയുടെ ഇല എടുത്തിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം, അല്ലെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മേലെ മസാല വെച്ച് നന്നായിട്ട് കവർ ചെയ്യാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു കറിവേപ്പില കൂടെ വെച്ച് കൊടുക്കാം. നമുക്കിത് വാഴയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. വാട്ടി കൊണ്ട് പൊട്ടൊന്നുമില്ല, നന്നായിട്ട് പൊതിഞ്ഞു കൊടുക്കാം. ഒന്ന് കെട്ടി കൊടുക്കണം. അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മസാല ആദ്യം വെച്ച് കൊടുക്കാം, പിന്നെ അതിൻ്റെ മേലേക്ക് മീൻ വെച്ച് കൊടുക്കാം, വീണ്ടും മസാല വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. പിന്നെ വേപ്പില കൂടി വെച്ചിട്ട് നമുക്കത് വാഴയില നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. നമുക്കതൊന്ന് കെട്ടി കൊടുക്കണം. അത് ഞാനിതിൽ വീഡിയോയിൽ ഇടാൻ വിട്ടുപോയി. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ പൊതിഞ്ഞ മീൻ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ടും ഒരേ ടൈമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഒരു ചെറിയ തീയിലൊരു 10 മിനിറ്റൊക്കെ രണ്ട് സൈഡിലും ഉരിപ്പിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് ഒന്ന് അമർത്തി കൊടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്നു കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിടാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മൂടി വെക്കാം. വീണ്ടും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മീൻ പൊള്ളിച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട്. മസാല നന്നായി പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്ന് നോക്കി നോക്കാം. മീൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് മീൻ, നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം.